ഹായ് ഗൈസ്, സമയം 10 മണിയാണ്, 9:53. നമ്മുടെ ന്യൂസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പൊതുവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാലത്താണ്. സമയം രാത്രി 10 മണിയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കാലത്ത് എഴുന്നേറ്റില്ല. അതന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ എഴുന്നേറ്റത് 8:30-ക്കാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ അൽറാമൊക്കെ വെച്ച് പക്കയായിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. നമ്മുടെ ഈ ന്യൂസ് സെക്ഷൻ പക്കയായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 2 മണിക്കൂർ സ്റ്റഡി, 1 മണിക്കൂർ വർക്കൗട്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ മോർണിംഗ് കാണാം. മോർണിംഗ് ഗൈസ്, മോർണിംഗ്. സമയം 6:11, 5:55 എഴുന്നേറ്റ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അലാറമൊക്കെ വെച്ചിട്ടാണ് എഴുന്നേറ്റത്. കാരണം ഇന്നലെ കിടക്കാൻ നേരം വൈകി, ഉറക്കവും കുറച്ച് നാളായിട്ട് ഡിസോർഡർ ആയിരുന്നല്ലോ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അലാറം വെച്ചിട്ടാണ് എഴുന്നേറ്റത്. അപ്പൊ നമുക്ക് നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. I don't know if I can find my way out. I'm stuck in a prison of doubt. In this delusion. ഹായ് ഗൈസ്, ഇന്ന് സെക്കൻഡ്. എന്തായിരിക്കും ഇന്ന് എഴുന്നേറ്റത് 8:30-ക്ക്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മടി, ഉറക്കം പ്രോപ്പറായില്ലേ മെയിനായിട്ട്. അതാണ് മെയിൻ റീസൺ. ഉറങ്ങിയത് നല്ല നേരം വൈകിട്ടാണ്. കുറച്ച് നാളായിട്ട് നേരം വൈകിട്ടാണല്ലോ കിടന്ന് ഉറങ്ങണം. നമ്മളെ റൊട്ടീനൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം വന്നിരുന്നില്ല. ഹായ് ഗൈസ്, മോർണിംഗ്. 6:12. നമ്മുടെ 3rd ഡേ ആണെന്ന്. സെക്കൻഡ് ഡേ റെസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ നന്നായി ചെയ്തു. വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ഡേയിൽ ചെയ്തതാണ്. ഇതാണ് ഇത് ഒന്നുമില്ല. ഫസ്റ്റ് ഡേയിൽ ഞാൻ ടൈം മാനേജ്മെൻറ്റ് എഴുതി വെച്ചാണ്. എപ്പോഴാണ് എഴുന്നേറ്റത്, വർക്കൗട്ട് ചെയ്ത്, പഠിച്ചത്, എത്ര സെക്ഷൻ പഠിച്ചു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്, കുറച്ചും കൂടി ക്ലാരിഫൈ ആവാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് നല്ലൊരു പരിപാടിയാണ്, പോക്കറ്റ് ബുക്ക്. നമ്മുടെ കാര്യങ്ങളിലേക്ക് ആക്കാം. ഹായ് ഗായ്സ്, നമ്മുടെ മോർണിംഗ് വർക്കൗട്ട് കഴിഞ്ഞേക്കാണ്. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. 10:25 സമയം. നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഈ സെക്ഷനിൽ 2 പ്രാവശ്യം എന്താ പറയുക ക്രാഷായി. ഐ ആം ദ ഇറ ഓഫ് മടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഭയങ്കര മടി. ഇതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പാണ്. ഇന്നലെ കിടന്നുറങ്ങാൻ നേരം വൈകി. കുറച്ച് നാളായിട്ട് സ്ലീപ്പ് കൊളാപ്സ് ആയതാണ്. കാലത്ത് നേരത്തെ എഴുന്നേക്കാൻ പറ്റാത്തത്. എഴുന്നേൽക്കുന്നുണ്ട്, കാലത്ത് അലാറമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കും. പക്ഷെ ബോഡി റിക്കവർ ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കില്ല. നമുക്ക് എഴുന്നേക്കാനൊരു മടി വരും. ഒരു 7 മണിക്കൂർ എന്തായാലും ഉറങ്ങാതെ പറ്റില്ല. അപ്പം ഇന്നലെ നമുക്ക് ഒരു 12 മണിക്ക് അടുത്തായി. 6 മണിയാകുമ്പോഴേക്കും നോട്ട് ഓക്കെ. അപ്പോൾ ഈ സെക്ഷൻ ഇന്നത്തോടു കൂടിയിട്ട് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിനിടയിൽ കുറച്ച് നാളെ നമ്മൾ പെൻഡിങ് വെച്ചു, കുറച്ചാൾ മിസ്സായി. അത് കൂടി ഇപ്പോൾ വീണ്ടും എന്താണ് ഒന്നും പറയണ അവസ്ഥയായി. നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു.
സംഭവം നമുക്ക് കൂടെ കൊളാപ്സ് ആയിക്കണ്. അത് കൊളാപ്സ് ആയി വേറെ കുറേ എല്ലാം പോയി. മോർണിംഗ് റൂട്ടീൻ പോയി, സ്റ്റഡി സെക്ഷൻ പോയി. നമ്മളെന്ത് സ്റ്റാർട്ട് ചെയ്താലും ഇങ്ങനെ സംഭവം ഉണ്ടാവും, അത് യൂഷ്വലാണ്. പക്ഷേ നമ്മളത് ഓവർകം ചെയ്ത് പോകണം, അത് ശരിയാവില്ല. അപ്പോൾ എന്തായാലും നാളെ മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. നാളെ ഒരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവണം. ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഞാനിങ്ങനെ തന്നെ ചിന്തിക്കാറ്. പക്ഷേ പല സാഹചര്യം കൊണ്ട് മിസ്സാവാറുണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു 4 ദിവസം നമ്മൾ എടുക്കുന്നു. 4 ദിവസത്തിൽ ഒരു 3 ദിവസം നമ്മൾ പക്കയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് വെച്ചെങ്കിൽ അവസാനത്തെ ദിവസം കൂടി നമ്മൾ ചെയ്യുന്നു, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്തു വരാറ്. എന്തായാലും അടുത്ത സെക്ഷൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്കൊരു മോട്ടിവേഷൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ല എന്നാണ്. അപ്പോൾ വിസിബിളായിട്ടുള്ള റിസൾട്ട് കാണാനില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ലാക്ക് വരുന്നത്. എന്തായാലും നമുക്ക് ഫിസിക്കലി ആണെങ്കിലും നമ്മൾ മെൻ്റലി കുറച്ചും കൂടി ഓക്കെ ആവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു കാരണം കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ കുറച്ചധികം നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മോർണിംഗ് നമ്മൾ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നു. ഒരു എനർജി ഫീലിംഗ് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ നേരെ തിരിച്ചാണ്, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകണം. അപ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.